മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. കാലത്തിന്റെ പ്രവാഹത്തിൽ പല പൈതൃകങ്ങളും വിസ്മൃതിയിലാഴുമ്പോഴും നൂലിഴകളാൽ അത്ഭുതം തീർത്ത് ഒരു നാടിന്റെ പെരുമ കാക്കുകയാണ് കിള്ളിമംഗലത്തെ 8 വീട്ടമ്മമാർ. പ്ലാസ്റ്റിക് പായകളുടെ അധിനിവേശകാലത്തും പ്രകൃതിയുടെ പട്ടുനൂലിഴകളിൽ അത്ഭുതം തീർക്കുന്ന ഇവരുടെ ജീവിതത്തെക്കുറിച്ച് മണി ചെറുതുരുത്തി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. നിശബ്ദമായ ഒരു ഗ്രാമവീതിയിൽ തറികളുടെ താളാത്മകമായ ശബ്ദം ഇന്നും കേൾക്കുന്നുണ്ടെങ്കിൽ അത് കിള്ളിമംഗലത്തെ ഈ 8 പെൺകരുത്തുകളുടെ നിശ്ചയദാർഢ്യമാണ്. ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ഒരു പൗരാണിക സംസ്കാരത്തിന്റെ ബാക്കിപത്രമാണ് ഈ ചവിട്ടുതറികൾ. ആധുനികതയുടെ ആർഭാടങ്ങൾ വിപണി കൈയടക്കുമ്പോഴും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ലോകപ്രശസ്തമായ കിള്ളിമംഗലം പുൽപ്പായകൾ അന്യം നിന്നു പോകാതെ നിലനിൽക്കുന്നത് ഒരു ലാഭക്കണക്കിന്റെയും പിൻബലത്തിലല്ല, മറിച്ച് ഈ നാടിന്റെ അടയാളം വരും തലമുറയ്ക്കായി കാത്തുവെക്കണമെന്ന ഒരു കൂട്ടം വീട്ടമ്മമാരുടെ ഉറച്ച വാശിയിലാണ്. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നെയ്ത്തുപുര ഒരു സംസ്കാരത്തിന്റെ കാവൽപ്പുര കൂടിയാണ്. സിന്ധു, ബിന്ദു, ഷീജ, ബീന, സന്ധ്യ, ദിവ്യ, ഷീബ, പ്രിബിത എന്നീ 8 പേരും അവർക്ക് തണലായി സുധാകരനും ചേർന്നാണ് ഈ പൈതൃകത്തെ ജീവശ്വാസം നൽകി നിലനിർത്തുന്നത്. ഒരു കാലത്ത് ഒരു സമുദായത്തിന്റെ മാത്രം കുലത്തൊഴിലായിരുന്ന ഈ കല യന്ത്രവൽക്കരണത്തിന്റെയും പ്ലാസ്റ്റിക് അധിനിവേശത്തിന്റെയും കടന്നുകയറ്റത്തിൽ കൈവിട്ടുപോയപ്പോൾ അത് ഏറ്റെടുക്കുവാൻ ഈ വീട്ടമ്മമാർ കാട്ടിയ ധൈര്യമാണ് ഇന്ന് കിള്ളിമംഗലത്തെ അന്താരാഷ്ട്ര ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത്. അതീവ ക്ലേശകരമാണ് ഓരോ പുൽപ്പായുടെയും പിറവി. വിപണിയിൽ സുലഭമായ പ്ലാസ്റ്റിക് പായകൾ മിനിറ്റുകൾക്കുള്ളിൽ യന്ത്രങ്ങളിൽ വിരിയുമ്പോൾ ഇവിടെ ഓരോ ഇഴയും മനുഷ്യോദ്ധാനത്തിന്റെ വീർപ്പ് തുള്ളികളാൽ നെയ്തെടുക്കപ്പെട്ടവയാണ്. പാലക്കാട് ചിറ്റൂരിലെ വയൽവരമ്പുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്രത്യേകതരം പുല്ലുകൾ കിലോ കണക്കിന് ഇവിടെ എത്തിക്കുന്നു. അവ വെള്ളത്തിലിട്ട് കറകളഞ്ഞ് ശുദ്ധീകരിച്ച് ഒരൊറ്റ പുൽത്തണ്ടിനെ 6ഉം 7ഉം നേർത്ത നാരുകളായി ചീകിയെടുത്താണ് ഈ വിസ്മയത്തിന്റെ പണിപ്പുര തുറക്കുന്നത്. സൂക്ഷ്മമായ ഈ നാരുകൾക്ക് പ്രകൃതിദത്തമായ നിറക്കൂട്ടുകൾ നൽകി ഉണക്കിയെടുക്കുന്നു. തുടർന്ന് കൈകൊണ്ടും കാലുകൊണ്ടും പ്രവർത്തിപ്പിക്കുന്ന പരമ്പരാഗത തറികളിൽ ഏകാഗ്രതയോടെ ഇരുന്നാണ് ഓരോ ഇഴയും കോർക്കുന്നത്. 6 അടി നീളമുള്ള ഒരു പായയുടെ പൂർത്തീകരണത്തിനായി 8 പേരുടെ ദിവസങ്ങളുടെ അതിതീവ്രമായ അധ്വാനം അനിവാര്യമാണ്. നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് കാരണം നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. നമ്മുടെ ഇവിടെ ഇങ്ങനെ വന്ന് കണ്ടറിഞ്ഞ് വരുന്നവർ മാത്രം നമ്മുടെ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് ഒരു കുറവ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പോൾ അവരത് അവരുടെ സമയം കഴിഞ്ഞപ്പോൾ അവരതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മളൊരു 10-12 വർഷമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചേച്ചിമാരാണിത് തുടങ്ങിപ്പോയത്. അപ്പോൾ അത് അവർ ഇതൊരു ഒരു കല, അതായത് ഒരു പുൽപ്പായ എന്ന് പറയുമ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ്. അപ്പോൾ ആ ഒരു കലയെ അവർ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് 10-12 വർഷമായിട്ട് ഒരു വേതനം ഒരു മാസം ഫുള്ള് വേതനം ഞാനാണ് അവിടെ വന്ന് പണിയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ 4 പേരും കൂടിയായി നമ്മളിപ്പോൾ 8 പേരാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ജോലിക്ക് വരുന്നത്. നമ്മുടെ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾക്കെല്ലാം റേറ്റ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് സാമ്പത്തികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടാത്ത അവസ്ഥകളാണ്. അത് ഇപ്പോൾ ചിത്രങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലിപ്പോൾ കിലോക്കൊക്കെ നല്ല റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 8 പേർക്കും നമുക്ക് മാസം ഒരു ഇന്ന തുക, ഇത്ര തുക എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ല. എന്നാൽ കൂടി നമ്മൾ 8 പേരും ഇവിടെ ഇങ്ങനെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. ഇത്രയേറെ വിയർപ്പൊഴുക്കിയാലും മാസാവസാനം ഇവരുടെ കൈകളിൽ എത്തുന്ന പ്രതിഫലം തുച്ഛമാണ്.
പലപ്പോഴും 3000 രൂപ പോലും തികച്ചും കിട്ടാത്ത അവസ്ഥയുണ്ടാകാറുണ്ട്. കഠിനമായ ശരീരവേദനയും കാഴ്ചശക്തിയെ ബാധിക്കുന്ന ജോലി സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എന്തിന് നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ നാടിൻ്റെ ഈ പൈതൃകം ഞങ്ങളിലൂടെ അവസാനിക്കരുതെന്ന അഭിമാനകരമായ മറുപടിയാണ് ഈ വീട്ടമ്മമാർക്ക് നൽകാറുള്ളത്. പ്ലാസ്റ്റിക് പായകൾ നൽകുന്ന താൽക്കാലിക തിളക്കത്തേക്കാൾ കിള്ളിമംഗലം പുൽപ്പായയുടെ തണുപ്പും ആശ്വാസവും തേടി ഇന്നും ഗുണമേന്മയറിയുന്നവർ ഇവിടേക്കെത്തുന്നുണ്ട്. ഒരു മാസം സെയിൽ ഉണ്ടായി കഴിഞ്ഞാൽ സെയിൽ ഉണ്ടാവുന്ന നമുക്കിവിടെ ചിലവുകളുണ്ട്. അപ്പോൾ ആ ചിലവുകളെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ നമുക്കൊരു മാസം കൃത്യമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴാവും കിട്ടുക, ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴാവും കിട്ടുക. അത് നമുക്ക് ഒരു മാസം ഇത്ര രൂപ നമുക്ക് നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നിരുന്നാലും ഏകദേശം ഇല്ല, നമുക്ക് മാസം നമുക്ക് ഇത്ര രൂപ എന്ന് പറയാൻ പറ്റില്ല. അല്ല, നിങ്ങളിപ്പോൾ ഒരു സഹപ്രവർത്തകന് ഏകദേശം 3000-2500 രൂപയൊക്കെയാണ് കിട്ടുന്നത്. നമ്മൾ ജോലി നമ്മൾ അത്ര രൂപയ്ക്ക് നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ആ ജോലി ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളൊരു ദിവസം ഒരു മാസം ഒരാൾ 3000 രൂപയ്ക്ക് 4000 രൂപയ്ക്ക് പണിയുന്നുണ്ട്. ആ 3000-4000 രൂപയ്ക്ക് പണിതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് 2 മാസമൊക്കെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ അതായത് നമുക്ക് റോ മെറ്റീരിയൽ മേടിക്കാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കിട്ടുന്ന പൈസ നമ്മൾ റോ മെറ്റീരിയൽ നമ്മൾ മാറ്റി വയ്ക്കും, റോ മെറ്റീരിയൽ മേടിക്കും. അപ്പോൾ അടുത്ത മാസം നമ്മൾ വിറ്റ് വരുന്ന സാധനം നമ്മൾ നമ്മുടെ സാലറി ആയിട്ട് മാറ്റിയെടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഇത്ര രൂപ നമുക്കൊരു മാസം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇന്ന് കിള്ളിമംഗലത്തെ ഈ നെയ്ത്തുപുര പുതിയൊരു പ്രതീക്ഷയുടെ തീരത്താണ്. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ ടൂറിസം പദ്ധതിയിൽ ഈ കേന്ദ്രത്തെ ഉൾപ്പെടുത്തിയതുവഴി വിദേശ സഞ്ചാരികൾ ഇവിടേക്കെത്തുമെന്നും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ മികച്ച വില ലഭിക്കുമെന്നും ഇവർ സ്വപ്നം കാണുന്നു. പായകൾക്ക് പുറമെ പുല്ലിൽ തീർത്ത കഥകളി രൂപങ്ങളും കരകൗശല വസ്തുക്കളും വിദേശികളെ ആകർഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനു പുറമെ പുൽപ്പായകൾക്ക് ഭൗമസൂചിക പദവിക്കുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന സർക്കാർ കൂടി കനിഞ്ഞാൽ തരികളിൽ പുതിയ നൂലിഴകൾ കോർക്കപ്പെടും. കിള്ളിമംഗലത്തിന്റെ പെരുമ ലോകമെങ്ങും ഇനിയും പടരട്ടെ. പുല്ലിപ്പോൾ കിട്ടാനില്ല. ഒന്ന് പുല്ല് എക്സ്പെൻസീവ് ആണ്. പണ്ട് കിട്ടിയത് അതേ റേറ്റിൽ പുല്ല് കിട്ടുന്നില്ല. ഇപ്പോൾ പുല്ല് അധികം പൈസ കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ. 2 പുല്ല് ഭാരതപ്പുഴ തിരുമ്പോൾ പുല്ല് ഉണ്ടാവുന്നില്ല, ഈ പ്രദേശത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ ചിറ്റൂർ പോലത്തെ പ്രദേശങ്ങളിൽ പുല്ല് കൊണ്ടുവരണം. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഒരു റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ഒരു ചലഞ്ച് ഉണ്ട് നമുക്ക്. ന്യൂസ് ഡെസ്ക് CCB ന്യൂസ്.